വ്യക്തിപരമായിട്ട് നമുക്ക് ഒരാളിനെ അറിയുമ്പോഴേ എങ്ങനെയാണ് ആ ഒരു വ്യക്തി എന്ന് അറിയത്തുള്ളൂ. സോ ഞാൻ വിചാരിച്ചത് കുറച്ച് ജാടയും ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരാളാണെന്ന്. പക്ഷേ അല്ല, അതുണ്ടെങ്കിലും ഹീസ് വെരി ഹംബിൾ, ഭയങ്കര ഹംബിൾ ആണ്, കൈൻഡ് ആണ്, പിന്നെ ഡൗൺ ടു എർത്ത് ആണ്, പിന്നെ ഭയങ്കര പോസിറ്റീവ് ആണ്. എപ്പോഴും ഭയങ്കര ഇപ്പൊ നമ്മൾ ടെൻഷനായിട്ട് ഇരുന്നാലും പുള്ളിക്കാനായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാം ആവുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും അജ്മലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അജ്മൽ എന്റെ ഫിയാൻസി ആരിദ്ബോഡിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ അവർ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. സോ അങ്ങനെ എനിക്ക് അജ്മലിനെ ആദ്യമേ അറിയാം. ഞാൻ അജ്മലൊക്കെ പണ്ടേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അജ്മലിന്റെ ഫോട്ടോയും വീഡിയോയും കല്യാണമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര വലിയ ആളാണ്. പക്ഷെ ഇന്ന് അജ്മലിന്റെ കൂടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു നിമിഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ബ്രോ. കാരണം ഗോൾഡൻ വിസ കിട്ടിയിരിക്കുകയാണ്. യു ഡിസർവ് ഇറ്റ്. ആൻഡ് ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും ഇതേപോലെ ഗോൾഡൻ വിസയും ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാൻ സാധിച്ചു. സോ എന്താ പറയാ, നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വെർച്വൽ വേൾഡ് ആണ്. അത് നമ്മൾ റിയാലിറ്റി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇൻഡിവിജ്വലി എല്ലായിടത്തും സംസാരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാം. ഓക്കെ, കാരണം ഇപ്പം എനിക്കും ഗോൾഡൻ വിസ കിട്ടിയിരിക്കുകയാണ്. സോ ഫർദർ ആയിട്ടുള്ള എന്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇവിടെ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ അതിനുവേണ്ടി എന്താ പറയാ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചാലും ഒരുപാട് നന്ദി. പിന്നെ അഖിൽ ബ്രോയും ഇന്ന് ആക്ച്വലി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഇനോഗ്രേഷന്റെ ഇതില് കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. അപ്പൊ ഇത് നമ്മളെ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന പലർക്കും കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. സോ നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ്. നമുക്കൊരു ഇഷ്യൂസും കാര്യം അല്ല, വലിയ ആള് പുള്ളിക്കാരൻ തന്നെയാണ്. നമ്മള് ഞാൻ മനസ്സിലാക്കിയ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം വിട്ടുകൊടുക്കുന്നോ, എന്തുമാത്രം താഴ്ന്നു കൊടുക്കുന്നോ അത്രയും നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഉയർച്ചയിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ പ്ലീസ് ഗ്രേറ്റ്. അത്രേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ഓരോരുത്തരും വലിയ ആൾക്കാർ തന്നെയാണ്. അതിൽ വലുതി ചെറുപ്പം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ലെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലേ? ഐ മീൻ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് ശീലമില്ല, ബട്ട് ഒരു ഫ്ലോയില് പറഞ്ഞതേ ഉള്ളൂ. സംസാരിച്ച് ശീലമില്ലാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ. ഓക്കെ, എവിടെ പോയാലും സ്റ്റേജിലായാലും ഇന്ത്യ 1-to-1 ആയാലും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് റോബിൻ ബ്രോ. ഒരുപാട് അതില് ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. കാരണം എനിക്കൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനോ മൈക്ക് പിടിക്കാനോ പറ്റത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ പേടിയുണ്ടോ, അത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പേടിയുണ്ടോ, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു കാര്യം ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് കൂടി ഇനോഗ്രേഷൻ വന്നപ്പോൾ ഞാൻ കുറച്ച് പാനിക്കായിരുന്നു. കാരണം ക്രൗഡെല്ലാം കാണുമ്പോൾ കുറച്ച് പാനിക്ക. ബട്ട് സ്റ്റിൽ അഖിൽ ബ്രോ എന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി, ടെൻഷനുണ്ടോ, ഒരു ഇതായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ടെൻഷൻ ഉണ്ടാകും. പുള്ളിക്കാരൻ എന്നെ കംഫർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ ആ പറഞ്ഞ ഒരു വാക്കിലും എനിക്ക് കുറച്ച് എന്താ പറയാ, ഐ ഫീൽ ഹാപ്പി. താങ്ക് യു ബ്രോ. അതാണ് അഖിൽ ബ്രോ. പക്ഷെ വേറെ ആർക്കും ആ ടെൻഷൻ മനസ്സിലായിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. അല്ല, അതാ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ആരെങ്കിലും നമ്മുടെ അടുത്ത് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് തിരിച്ച് അവരുടെ അടുത്ത് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കാൻ നമ്മൾ. സോ അത് എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം കാലം വരെയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. നമ്മളവിടെ ഒരുപാട് കാലം ഇതേ ആറ്റിറ്റ്യൂഡുമായിട്ട് മുന്നോട്ട് പോട്ടെ, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. നേരത്തെ പറഞ്ഞ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവരുടെയും. ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും പാഷനും കാര്യങ്ങൾ ഡ്രീം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ ബിഗ് ബോസിന് മുന്നേ എന്നെ ആർക്കും അറിയത്തില്ല, അതിനുശേഷമാണ് അറിഞ്ഞത്. പക്ഷെ അത്രയും നാൾ വരെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചാൽ ഒരുപാട് നന്ദി. അപ്പൊ എല്ലാവരും ഹാപ്പി ടു കീപ് സ്മൈലിംഗ്. താങ്ക് യു. ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഇന്നത്തെ സീസണിൽ ആളെ ചോദിച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചോദിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ആ സമയത്ത് എന്തെങ്കിലും മാനസികമായിട്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ റീജിയണൽ ഫസ്റ്റ് മീറ്റിൽ തന്നെ അതൊന്നും ബിഗ് ബോസിലെ ഓരോ മീറ്റിങ്ങുകളും വളരെ കൃത്യമായ ജഡ്ജുകളാണ്. നിങ്ങൾ ശുദ്ധിയാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇതൊരു ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരു പ്യൂർ ഗെയിമില്ല. അവിടെ ഒരു മുൻ മത്സരത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ മത്സരത്തിൽ ഏതും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആളുകൾ കണ്ടന്റ് വേണം. ആ കണ്ടന്റുകൾ പലപ്പോഴും നമ്മൾ അകത്തുനിന്നുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന കണ്ടന്റുകൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമാകാം, അനുകൂല ബന്ധം നമുക്ക് ചിന്തിക്കുന്നത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവാകാം. അങ്ങനെ ചില കാര്യങ്ങളിൽ ചില നെഗറ്റീവ് സമയത്ത്. കാരണം ഈ സീസണിലെ ആൾക്കാർ കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് ഇഷ്ടപ്പെടുന്നത് റോഡിനകത്ത് വന്നിട്ട് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് റോഡ് മാക്സിമം ഒരു ഭൂമിന്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യുന്നതാണ്. എനിക്കതിനകത്ത് ഓരോ ഗ്രൂപ്പില്ല. പക്ഷെ അത് റോഡിന് ആ സമയത്ത് കുറച്ച് നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് ആൾക്കാർ കരുതി റോഡിനാണെങ്കിലും എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതായി. അത് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഞങ്ങൾ പ്രശ്നം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ പുറത്തായിരുന്നു, ഞാനിപ്പൊന്നും കാണാനൊന്നും പറ്റില്ല എന്നുള്ള ഏർപ്പെടുത്തിയില്ല. എനിക്ക് വളരെ ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വന്ന ആളാണ്.
ചെയ്തിട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് അതൊന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്ന് ആ ഹൗസിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഞാൻ അടുത്ത സമയത്ത് ഏതൊരു ദിവസമാണ് ഓരോ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഏതൊരു ദിവസം പറയില്ല. കാരണം അതത്ര എളുപ്പമല്ല. ഈ ജനങ്ങൾ നമ്മളിലേക്ക് വരിക അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടമായി കിട്ടുന്നത് വെച്ച് വരുന്നില്ല. അത് ഉണ്ടാവും. പക്ഷെ ഒരു ഒറ്റയ്ക്ക് റോഡിന് ആ ഇഷ്ടത്തെ കൈകാര്യം ചെയ്യുന്നത് പറ്റിയ കുറച്ച് വിഷയമുണ്ട്. അതാണ്ട് വിഷയമില്ല. സ്വാഭാവിക സംബന്ധിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ സംസാരത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിലൂടെ സംഭവിച്ച ചില നെഗറ്റീവ്സുകൾക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാർക്ക്